എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4ാം ക്ലാസ്സിലെ മാത്സ് പ്രവർത്തനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കുറെ പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഹായ് പറയാം. അതിനു മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്താൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ പ്രവർത്തനം ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിന്റെ ലിങ്ക് ഇതാ മുകളിൽ കൊടുക്കാം. അടുത്ത പ്രവർത്തനം ചില്ലറയാക്കിയപ്പോൾ 1000 എണ്ണം കിട്ടി. അതായത് 1000 ചില്ലറയാക്കിയപ്പോൾ 1000 എണ്ണം കിട്ടി. അപ്പോ 1 രൂപയുടെ കോയിൻ ആയിരിക്കും. അടുത്തത് 100 എണ്ണം കിട്ടി. 100 എണ്ണം കിട്ടിയപ്പോൾ എങ്ങനെയാണ്? 10 രൂപയുടെ 100 എണ്ണം കിട്ടി. 2 എണ്ണമേ കിട്ടിയുള്ളൂ. എത്രയാണ്? 500ന്റെ അല്ലെ? 2 1000 ചില്ലറയാക്കിയാൽ 2 എണ്ണേ കിട്ടുള്ളൂ. 500 അല്ലെ? 10 എണ്ണമേ കിട്ടിയുള്ളൂ. 100ന്റെ 10 എണ്ണം കിട്ടി അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1000ന്റെ 1000 ഒന്നുകളും 100 പത്തുകളും 10 നൂറുകളും. അപ്പൊ ചില്ലറയാക്കി എങ്ങനെ കിട്ടുക കേട്ടോ? 1000 1 രൂപയുടെ 1000 എണ്ണം കിട്ടും. 10ന്റെ 100 എണ്ണം കിട്ടും. 100ന്റെ 10 എണ്ണം കിട്ടും. 500ന്റെയോ 2 എണ്ണം കിട്ടും അല്ലേ? 2 എണ്ണേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് 1000 രൂപ ചില്ലറക്കിയാൽ കിട്ടുന്നത്. ചേഞ്ചിങ് എ നോട്ട്. ഐ ഗോട്ട് 1000. അപ്പോ 1 റുപ്പിയുടെ 1000 എണ്ണം അല്ലെ? അതുപോലെ തന്നെ ഐ ഗോട്ട് 100. 10 റുപ്പീസിന്റെ 100 എണ്ണം കിട്ടും. ഐ ഗോട്ട് ഓൺലി 2. അപ്പൊ ഏത് നോട്ടായിരിക്കും? 500 അല്ലെ? 500 പ്ലസ് 500 എന്ന് പറയുന്നതാണ് 1000. അടുത്തത് നോക്കാം. ഐ ഗോട്ട് ഓൺലി 10. 10 എണ്ണേ കിട്ടിയുള്ളൂ. ഏതാണത്? 100ന്റെ 10 അല്ലെ? 100 into 10 എത്രയാണ്? 1000. അപ്പൊ നമുക്ക് നോക്കാം. ഹൗ മെനി വൺസ് ഇൻ 1000? 1000 ones in 1000. How many tens in 1000? 100 tens in 1000. How many hundreds are there in 1000? 10 hundreds അല്ലെ? അപ്പോ 1000 രൂപ 1000 റുപ്പീസിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ. അടുത്തത് വിത്തുകൾ എത്ര? വിത്തുകൾ 100 എണ്ണം വീതമുള്ള 10 പാക്കറ്റുകളാണ് കൊണ്ടുവന്നത്. ആകെ വിത്തുകൾ എത്ര? 100 എണ്ണത്തിന്റെ 10 പാക്കറ്റ് എന്ന് പറയുമ്പോൾ 100 into 10 എത്രയാ വരിക? 1000 അല്ലെ? 1000 വിത്തുകളാണ് ആകെ ഉള്ളത്. ഇനി ഈ വിത്തുകൾ ചെറിയ പാക്കറ്റുകളാക്കി ക്ലബിലെ 100 കുട്ടികൾക്ക് തുല്യമായി വിതരണം ചെയ്യണം. അപ്പൊ ഓരോ ചെറിയ പാക്കറ്റിലും എത്ര വിത്തുകൾ ഉണ്ടാവും? 100 കുട്ടികൾക്ക് 1000. അപ്പൊ 100ന്റെ 100നെ 1000നെ 100 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 10 അല്ലെ? 10 നൂറുകൾ ചേർന്നാലാണ് 1000. അപ്പൊ 10 വിത്തുകളാണ് ഓരോ പാക്കറ്റിലും ഉണ്ടാവുക. How many seeds? 10 packets of seeds were brought in, each containing 100 seeds. How many seeds in all? 10 packets 100 seeds എന്ന് പറയുമ്പോൾ 100 tens are 1000. അപ്പൊ how many seeds ആണ്? 1000 seeds are there. These seeds are to be equally distributed among the 100 members of the club in small packets. How many seeds in each small packet? അപ്പൊ 100 മെമ്പേഴ്സിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര എണ്ണം ഉണ്ടാവും ഓരോ പാക്കറ്റിലും? 10 അല്ലെ? 100 tens are 1000. അപ്പൊ 100 tens എന്ന് പറയുന്നതാണ് thousands. അപ്പൊ 100 into 10. അപ്പൊ ഓരോ പാക്കറ്റിലും 10 seeds ആണ് ഉണ്ടാവുക കേട്ടോ. അടുത്തത് നോക്കാം. ആശുപത്രിയിലായ കൂട്ടുകാരിയെ സഹായിക്കണം. ഓരോ ക്ലാസ്സിൽ നിന്നും 1000 രൂപ വീതം ശേഖരിക്കണം. പണം ശേഖരിച്ചതിന്റെ വിശദാംശങ്ങൾ പട്ടികയിൽ നോക്കൂ. ഓരോ ക്ലാസ്സും 4ാം ദിവസം ശേഖരിക്കേണ്ടത് എത്രയെന്ന് എഴുതി പട്ടിക പൂർത്തിയാക്കും. അപ്പൊ 4ാം ക്ലാസ് 4A ആദ്യത്തെ ദിവസം 310, രണ്ടാമത്തെ ദിവസം 490, മൂന്നാം ദിവസം 100. അപ്പോ 310ഉം 490ഉം കൂട്ടിയാൽ എത്രയാണ് വരിക? 490ഉം 10ഉം 500. 5ഉം 3ഉം 8 അല്ലെ? അപ്പൊ 800ഉം 100ഉം എത്ര കിട്ടിയത്? 900 അല്ലെ? 900. ഇനി ബാക്കി എത്രയാ വേണ്ടത്? 1000 ആവാൻ 100ഉം കൂടി വേണം. അപ്പൊ 4ാം ദിവസം ശേഖരിക്കേണ്ടത് 100 രൂപയാണ്. അടുത്തത് 4B. ഒന്നാം ദിവസം ശേഖരിച്ചത് 400 രൂപ. 400ഉം
100ഉം 500, 500ഉം 490ഉം എത്രയാണ്? 990, 990. ബാക്കി എത്രയാണ്? 10 രൂപയാണ് 4-ാം ദിവസം ശേഖരിക്കേണ്ടത്. ഇനി 4C-ല് 410ഉം 290ഉം 290ഉം 10ഉം 300, 300ഉം 400ഉം 700, 700ഉം 250ഉം എത്രയാണ്? 950. ബാക്കി എത്രയാണ്? 50 രൂപയാണ് 4-ാം ദിവസം ശേഖരിക്കേണ്ടത്. അടുത്തത് 410ഉം 490ഉം എത്രയാണ്? 490ഉം 10ഉം 500, 5ഉം 4ഉം 9. അപ്പൊ 900. 900ഉം 99ഉം കൂട്ടിയാല് 999. ബാക്കി 1 രൂപയാണ് 4-ാം ദിവസം ശേഖരിക്കേണ്ടത്. A friend in hospital. Each class decided to raise 1000 rupees. Details are given in the table. Fill in the amounts to be raised in the 4th day. അപ്പോൾ class 4A-ല് ഫസ്റ്റ് ഡേ 310. 310ഉം 490ഉം എത്രയാണ്? 490 plus 10, 500. 5 plus 3, 800. 800 plus 100, 900. 900 1000 ആവാൻ എത്രയാണ് വേണ്ടത്? 100. അപ്പോൾ 4th ഡേ 100 rupees ആണ് എടുക്കേണ്ടത്. അടുത്തത് 4B. 400 plus 490, 890 plus 100, 990 അല്ലേ? ടോട്ടൽ 990. ഇനി ബാക്കി എത്ര രൂപയാണ് 4th ഡേ 1000 ആവാൻ വേണ്ടത്? 1000 ആവാൻ വേണ്ടത് 10 rupees ആണ്. അടുത്തത് 4C-ല് 410 plus 290 plus 250, 950 ആണ് വരുന്നത്. ബാക്കി എമൗണ്ട് 1000 ആവാൻ 50 rupees കൂടി വേണം. അടുത്തത് ഫസ്റ്റ് ഡേ 410, സെക്കൻഡ് ഡേ 490. 410 plus 490 എത്രയാണ്? 490 plus 10, 500. 5 plus 4, 9 അല്ലേ? 900 plus 99, 999. ബാക്കി 1 rupees ആണ് 4th ഡേ എടുക്കേണ്ടത്. അടുത്തത് 1000-നോട് 1000 ചേർന്നാൽ 1000 രൂപ തികഞ്ഞു അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? ഇവര് പ്രധാന അധ്യാപകനെ ഏൽപ്പിച്ചു. ഇനി അവര് ആകെ എത്ര രൂപയായി എന്ന് നോക്കാം. 4Aയും 4Bയും കൂടി നൽകിയത് എത്ര രൂപയാണ്? 1000ഉം 1000 കൂട്ടിയാല് 2000. അടുത്ത 4C-ലെ കുട്ടികൾ നൽകിയത് കൂടി ചേർത്താൽ എത്ര രൂപയായി? 2000-ൽ കൂടെ 1000 കൂട്ടിയാൽ എത്ര വരിക? 3000. 4D-ലേത് കൂടി ചേർത്താലോ? 3000-ൽ കൂടെ 1000 കൂടി ചേർത്താല് 4000. 4 ക്ലാസ്സുകളിൽ നിന്നും ആകെ കിട്ടിയത് എത്ര രൂപയാണ്? 4000 രൂപ അല്ലെ? 1000 plus 1000 plus 1000 plus 1000. 4000-ങ്ങൾ ചേർന്നാൽ 4000. 5000-ങ്ങൾ ചേർന്നാലോ? 5000. 6000-ങ്ങൾ ചേർന്നാൽ 6000. 10,000-ങ്ങൾ ചേർന്നാൽ 10000. Okay. 1000 and 1000. 1000 completed. Let's give to the headmaster. അങ്ങനെ ഓരോ ക്ലാസ്സിലും 1000 തികഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഒരു ഹെഡ്മാസ്റ്ററിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. How much did 4A and 4B give? 4Aയും 4Bയും കൂടിയിട്ട് എത്ര രൂപയായിരിക്കും നൽകിയിട്ടുണ്ടാവുക? 1000 plus 1000 എത്രയാണ്? 2000. Together with the amount from 4C, this become 4C-ലും 1000 ഉണ്ട് അല്ലെ? 1000 ഉണ്ട്. 1000 plus 2000 എത്രയാണ്? 3000. Together with the amount from 4D. 4D-ലെ എമൗണ്ടും കൂടി കൂട്ടുമ്പോൾ 3000 plus 1000 എത്ര വരിക? 4000 വരും അല്ലെ? അപ്പൊ what is the total amount from 4 classes? 4000 അല്ലെ? 4000 makes 4000. 1000 plus 1000 plus 1000 plus 1000. 4000s കൂടിയാൽ എത്ര വരിക? 4000 വരും. അടുത്തത് 10,000s make 10,000. 5,000s makes 5,000. അടുത്തത് പൂർത്തിയാക്കാമോ? 1000, 2000, 3000, 4000, 5000. അടുത്തത് 9000, 8000, 7000, 6000, 5000. Fill in the numbers. 1000, 2000, 3000, 4000, 5000. 9000, 8000, 7000, 6000 and 5000.
അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് പേരുടെ പേരുകൾ വായിക്കാനുണ്ട്. ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ പേരുകളൊന്ന് പറയുകയാണ്. ഷിജാദ്, സൽമാൻ, അതുപോലെ തന്നെ ദിയ ദിബേഷ്, അനഘ മോഹൻ, അമ്മു, ഡാലിയ ജുമി, മുഹമ്മദ് ഷാസിൽ, ഫവാസ്, സബീഹ, മെൽവിൻ, ഹന്ന, ആമിന ഷസാന, ഫിദ തസ്നി, മിത ഫാത്തിമ, സൽമാൻ, മുഹമ്മദ് സഹൽ, നജ ഫാത്തിമ, കാർത്തിക്, വിസ്മയ, ജീവൻ ജോയ്, സോമലത, അൻസിയ, ആതിര, മെഹറ. അപ്പോൾ ഇത്രയും പേരാണ്. അറിയ ഫാത്തിമ, ഷാനിഹ ഫാത്തിമ, ഹമീം. ഓക്കെ, ഹമീം. അടുത്ത ആള് ഫാത്തിമ ഷെൻസ, വൈഗ, നവനീത് ഹരി, ഫാത്തിമ തസ്നി, മുഹ്സിന, റിയ ഫാത്തിമ, ഫാത്തിമ ഫൗദ, ഫാത്തിമ റിഫ, ഫാത്തിമ സന, റന ഫാത്തിമ, ജെറോൺ കെ, പിന്നെ ഇത്രയും പേരാണ് ഫാത്തിമ ഫഹീമ. ഓക്കെ, അപ്പൊ ഇത്രയും പേരാണ് നമ്മളോട് പേര് പറയാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹായ്. അപ്പൊ എല്ലാവരും ക്ലാസ് ഒക്കെ കണ്ട ശേഷം ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക കേട്ടോ. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുമെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.